السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف مبعوث إلى كافة الأمم محمد وعلى آله وصحبه أجمعين أما بعد. സത്യവിശ്വാസികളെ, അള്ളാഹു എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. അബൂദറുൽ ഗിഫാരിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ 7 കൽപ്പനകളാണ് ഇന്ന് ഈ ദർസിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അബൂദർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അമറനി ഖലീലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസബഇൻ, 7 കാര്യങ്ങൾ കൊണ്ട് എന്റെ കൂട്ടുകാരൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഖലീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിക്കുകയുണ്ടായി. ഒന്നാമതായി എന്നോട് കൽപ്പിച്ചത് അമറനി ബിഹുബ്ബിൽ മസാകീൻ വദ്ദുനൂബി മിൻഹും, പാവങ്ങളെ സ്നേഹിക്കുവാനും അവരോട് അടുപ്പം കാണിക്കുവാനുമാണ്. പാവങ്ങളെ സഹായിക്കലും അതിനുവേണ്ടി മറ്റുള്ളവരെ പ്രേരിപ്പിക്കലും അവരോടൊപ്പം സഹവസിക്കലും എല്ലാം ഈ കൽപ്പനയിൽപ്പെടും. രണ്ടാമതായി എന്നോട് കൽപ്പിച്ചത് വഅമറനി അൻ അൻദുറ ഇലാ മൻ ഹുവ ദൂനി വലാ അൻദുറ ഇലാ മൻ ഹുവ ഫൗഖി, ഞാൻ എന്നേക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കണമെന്നും എന്നേക്കാൾ മുകളിലുള്ളവരിലേക്ക് നോക്കരുതെന്നുമാണ്. തന്നേക്കാൾ താഴെയുള്ള ആളുകളിലേക്ക് നോക്കുമ്പോഴാണ് തനിക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന്റെ വലിപ്പം മനസ്സിലാക്കുവാൻ കഴിയുക എന്ന് ഈ കൽപ്പന നമ്മെ പഠിപ്പിക്കുന്നു. മൂന്നാമതായി എന്നോട് കൽപ്പിച്ചത് വഅമറനി അൻ അസ്വിലർ റഹിമ വ ഇൻ അദ്ബറത്, എത്ര പിന്നിട്ട് പോയതാണ് എങ്കിലും മുറിഞ്ഞുപോയ കുടുംബബന്ധത്തെ ഞാൻ ചാർത്തണമെന്നാണ്. കുടുംബബന്ധത്തിലുണ്ടാകുന്ന വിള്ളലിനെ നിസ്സാരമായി കാണുന്ന ധാരാളം ആളുകളെ നമ്മൾ കാണാറുണ്ട്. കുറെ കാലങ്ങളോളം ഞങ്ങൾ തമ്മിൽ പിണങ്ങിയിട്ടും എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പല ആളുകളും പെരുമ പറയാറുണ്ട്. വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു വിഷയമാണ് കുടുംബബന്ധത്തിലുള്ള വിള്ളൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരലോക ശിക്ഷയ്ക്ക് പുറമെ ഇഹലോകത്ത് വെച്ച് ധൃതിയിൽ ശിക്ഷയ്ക്ക് അർഹമാകുന്ന പാപമാണ് കുടുംബബന്ധ വിച്ഛേദം എന്ന്. കുടുംബബന്ധം ചാർത്തുന്നതിന്റെ പ്രാധാന്യം ഈ കൽപ്പന നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നാലാമതായി എന്നോട് കൽപ്പിച്ചത് വഅമറനി അല്ലാ അസ്അല അഹദൻ ഷൈഅൻ, ഞാൻ ആരോടും ഒന്നും ചോദിക്കരുത് എന്നാണ്. അള്ളാഹുവിനോടാണ് എല്ലാ കാര്യങ്ങളും ചോദിക്കേണ്ടത് എന്നും അവനാണ് എല്ലാറ്റിനും കഴിവുള്ളവനെന്നും ഈ കൽപ്പന നമ്മെ പഠിപ്പിക്കുന്നു. അഞ്ചാമതായി എന്നോട് കൽപ്പിച്ചത് വഅമറനി അൻ അഖൂല ബിൽ ഹഖ് വ ഇൻ കാന മുർറ, എത്ര കയ്പുള്ളതാണ് എങ്കിലും സത്യം മാത്രം പറയണമെന്നാണ്. ചില സമയങ്ങളിൽ സത്യം പറയുമ്പോൾ പ്രയാസം നേരിടുമെന്നും എത്ര വലിയ പ്രയാസമാണ് എങ്കിലും അവിടെ സത്യം തുറന്നു പറയണമെന്നും ഈ കൽപ്പന നമ്മെ പഠിപ്പിക്കുന്നു. ആറാമതായി എന്നോട് കൽപ്പിച്ചത് വഅമറനി അല്ലാ അഖാഫ ഫില്ലാഹി ലൗമത ലായിം, അല്ലാഹുവിന്റെ കാര്യത്തിൽ ഒരാക്ഷേപകന്റെയും ആക്ഷേപത്തെ ഞാൻ ഭയപ്പെടരുത് എന്നാണ്. അല്ലാഹുവിന്റെ കൽപ്പന ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ, അല്ലാഹു വിരോധിച്ചവ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ പരിഹാസങ്ങളും കുത്തുവാക്കുകളും ആക്ഷേപങ്ങളും ഉണ്ടാകും. ആ കുത്തുവാക്കുകളെയും ആക്ഷേപങ്ങളെയും പരിഹാസങ്ങളെയും ഭയപ്പെടരുത് എന്ന് ഈ കൽപ്പന നമ്മെ പഠിപ്പിക്കുന്നു. ഏഴാമതായി എന്നോട് കൽപ്പിച്ചത് വഅമറനി അൻ ഉക്സിറ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഫഇന്നഹുന്ന മിൻ കൻസിൻ തഹ്തൽ അർശ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവെ കൊണ്ടല്ലാതെ ഒരു ശക്തിയും കഴിവുമില്ല എന്ന ദിക്ർ ധാരാളം വർദ്ധിപ്പിക്കണമെന്നാണ്. ഫഇന്നഹുന്ന മിൻ കൻസിൻ തഹ്തൽ അർശ്, അർശിന് ചുവട്ടിലുള്ള നിധിയിൽപ്പെട്ട ഒരു നിധിയാണ് അത് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്റിന്റെ മഹത്വം ഈ കൽപ്പന നമ്മെ പഠിപ്പിക്കുന്നു. മറ്റൊരു സ്ഥലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗീയ നിധികളിൽപ്പെട്ട നിധിയാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന്. ഈ 7 കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തുവാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.